ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ സൂപ്പർ താരമായ റോഡ്രിഗോ ഗോസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ലേഖനം ഇന്നലെ ബ്രസീലിയൻ മാധ്യമമായ ഗ്ലോബോ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അതിൽ അവർ പറയുന്നുണ്ട്. റോഡ്രിഗോക്ക് റയൽ വിടാൻ താല്പര്യമില്ല, റയൽ ആവശ്യപ്പെട്ടാൽ മാത്രമാണ് അദ്ദേഹം റയൽ മാഡ്രിഡ് വിടുക എന്നൊക്കെയായിരുന്നു ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി അവർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് നമുക്ക് വിശദമായി കൊണ്ട് ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതായത് റയലിൽ ആഞ്ചലോട്ടിക്ക് കീഴിൽ അവസാന മത്സരങ്ങളിൽ കാര്യമായ അവസരങ്ങൾ റോഡ്രിഗോക്ക് ലഭിച്ചിരുന്നില്ല. അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ശാരീരികമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ താരത്തിന് ഉണ്ടായിരുന്നു. അതിൻ്റെ ഫലമായി കൊണ്ട് 4 കിലോയോളം അദ്ദേഹം കുറഞ്ഞിരുന്നു. താരം ഏറെ ക്ഷീണിതനായിരുന്നു. ഇതിനു പുറമെ മാനസികമായും താരം തളർന്നിരുന്നു. താരത്തിൻ്റെ മെൻ്റൽ ഹെൽത്തിനെ ഇതൊക്കെ വലിയ രൂപത്തിൽ ബാധിച്ചിരുന്നു. അതുകൊണ്ടാണ് വേണ്ടത്ര അവസരങ്ങൾ താരത്തിന് ലഭിക്കാതെ പോയത്. ഭാരം വീണ്ടെടുക്കാൻ വേണ്ടി കൂടുതൽ സമയം അദ്ദേഹം പരിശീലകനോട് ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ സീസണിൽ റോഡ്രിഗോയുടെ പ്രകടനവും വളരെ മോശമായിരുന്നു. സീസണിൻ്റെ അവസാനത്തിൽ കാർലോ ആഞ്ചലോട്ടിയും റോഡ്രിഗോയും തമ്മിൽ ഒരു പ്രൈവറ്റ് കോൺവെർസേഷൻ നടത്തിയിരുന്നു. പ്രകടനം മോശമായതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഈ താരം പരിശീലകനോട് വിശദീകരിക്കുകയും ചെയ്തിരുന്നു. റോഡ്രിഗോയുടെ ആവശ്യപ്രകാരമാണ് കാർലോ ആഞ്ചലോട്ടി ബ്രസീൽ ടീമിൽ നിന്നും റോഡ്രിഗോയെ ഒഴിവാക്കിയത്. കഴിഞ്ഞ ഇന്റർനാഷണൽ ബ്രേക്കിലെ സ്ക്വാഡിൽ ബ്രസീലിയൻ ടീമിൽ അദ്ദേഹം ഉണ്ടായിരുന്നില്ല. അത് കാർലോ ആഞ്ചലോട്ടി ഒഴിവാക്കാൻ കാരണം റോഡ്രിഗോ ആവശ്യപ്പെട്ടതുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ റോഡ്രിഗോ ഓക്കെ ആയിട്ടുണ്ട്. പക്ഷേ സാബി അലോൺസോ അദ്ദേഹത്തിന് അവസരങ്ങൾ ഒന്നും നൽകുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷേ ക്ലബിനകത്ത് തുടർന്നുകൊണ്ട് ഫൈറ്റ് ചെയ്തുകൊണ്ട് തൻ്റെ സ്ഥാനം വീണ്ടെടുക്കാനാണ് ഇപ്പോൾ ഈ ഒരു ബ്രസീലിയൻ താരം ആഗ്രഹിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.